വഴിമുടക്കിയെ കൊണ്ട് തോറ്റു പണ്ടാറക്കാരൻ. നീ വാലെടുക്ക്, ബാക്കി ഞാൻ ഏറ്റു. ഞാൻ പറഞ്ഞല്ലോടാ, ഞാൻ പൊളിച്ചു തരാം. എന്ത് തെമ്മാടുത്തരെ കാണിക്കുന്നേ? തെമ്മാടുത്തരം കാണിച്ചതേ നിങ്ങൾ പുന്നാരെ ആങ്ങ അന്തിക്കൂട്ടിനാണെ ലക്ഷ്യം വന്നത് അടുക്കളക്കാരിയുടെ അടുത്ത്. ഇവനെയൊക്കെ പിടിച്ച് പെട്ടെന്ന് പെണ്ണ് കടിച്ചോ കേട്ടോ, അല്ലെ കുടുംബത്തിന് നാണക്കേടാ. ഇവനാ എന്നെ തല്ലിക്കൊല്ല്. എന്റെ വിധി സ്വന്തം ഭാര്യയെ ഒരു കള്ളനെ പോലെ ഒന്ന് കാണുക. സത്യ ഇവളെന്റെ ഭാര്യ. ഇത് കണ്ടോ? അത് ശരി. എന്നിട്ട് എന്തിനാണ് ഇത്രയും കാലം നീ ഒളിച്ചു വെച്ചത്? ഇക്കാര്യം പുറത്തറിയിച്ച ഇവിടുന്ന് ഇറക്കി വിടുമെന്ന് ചേച്ചി പറഞ്ഞു. പലപ്പോഴും ഇവളെ കഷ്ടപ്പെടുന്നുണ്ട്. ഇവളെയും കൂട്ടി ഞാൻ ഇവിടുന്ന് ഇറങ്ങി പോകാൻ ശ്രമിച്ചതാ. പക്ഷെ ഇവള് സമ്മതിച്ചില്ല. ഏതായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനി ഒളിച്ചും പാത്തുള്ള ജീവിതം ഒന്നും വേണ്ട. മേഡത്തിന്റെ അനുഗ്രഹം വാങ്ങിച്ച് സുഖമായിട്ട് ഒന്നിച്ച് ജീവിക്കും. ഞങ്ങൾ എല്ലാരും നോക്കി നിൽക്കാതെ അവളെ വിളിച്ച് മുറി പോടാ. പഴയ കണക്കുകൾ തീർക്കാൻ മനഃപൂർവ്വം അവൻ നമ്മുടെ മുഖത്ത് കരിവാരിത്തേച്ചതാണ്. എന്തിനും മടിക്കാത്തവനാ രാമൻകുട്ടി. അവനെ ഇനി ഇവിടെ വെച്ച് പൊറപ്പിച്ചാൽ ഒരുപാട് നഷ്ടങ്ങൾ പുത്തൂരൻ തറവാട്ടുകാർ അനുഭവിക്കേണ്ടി വരും. ഇതൊന്നും ഞാൻ പറയേണ്ട കാര്യമല്ല. ബന്ധം പറയുകയാണെങ്കിൽ ഇപ്പോൾ എന്നേക്കാൾ മുമ്പിലാണ് അവൻ. പക്ഷേ നമ്മളെ തറവാട് കുളം തോണ്ടുവാൻ ആരായിരുന്നാലും അവനെ വെച്ച് പൊറപ്പിക്കില്ല. രാമഭദ്ര, മരണത്തെക്കാളും വലിയ ശിക്ഷ ഞാൻ അവന് കൊടുക്കും. അതോർത്ത് ഓരോ നിമിഷവും അവൻ നീറണം. ഒരിക്കലും അവന് താങ്ങാനാവാത്ത ശിക്ഷ അത് ഞാൻ അവന് കൊടുത്തിരിക്കും. രാമഭദ്ര, എന്താ മാഡം? രാമപുരത്ത് നമ്മൾ 3 ഇരട്ടി വില കൊടുത്ത് വാങ്ങിച്ചൊരു വീടുണ്ടല്ലോ, എന്താ അതിന്റെ പേര്? മാണിക്യമംഗലം തറവാട്. മാണിക്യമംഗലം തറവാട്. അത് ഞാനിങ്ങ് കൊടുക്കാൻ പോവാ. ആർക്ക് കൊടുക്കാൻ പോകുന്നു? ഞാനത് സർക്കാരിന് ഇഷ്ടദാനമായി കൊടുക്കാൻ തീരുമാനിച്ചു. എന്തിനാ മാഡം? എന്തിനാണെന്നോ? പൊതു ശ്മശാനം പണിയാൻ. അവിടെ 2 ആത്മാക്കൾ അന്തി ഉറങ്ങുന്നുണ്ടല്ലോ. അവർക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടി തോന്നിയാലോ? കൂട്ടിന് കുറെ അനാഥപ്രേതങ്ങളും കിടന്നോട്ടെ. എന്താ രാമഭദ്ര, ഇത് കേട്ട് വിഷമായോ? വിഷമായോന്നോ? എങ്ങനെ വിഷമിക്കാതിരിക്കും? പാവം ആ 2 ആത്മാക്കളുടെ മകൾക്ക് ഇതെങ്ങനെ താങ്ങാനാവും? എന്താ നീ പറഞ്ഞത്? നിനക്ക് അവകാശം വേണോന്ന് അല്ലേ? അതെ ചേച്ചി, വഴക്കം വെക്കാണോ കഴിയുന്നതിനേക്കാൾ അത് തന്നെയല്ലേ നല്ലത്. എനിക്കുള്ളതിങ്ങ് തന്നാൽ രാമേട്ടനുമായിട്ട് വേറെ എവിടെങ്കിലും മാറി താമസിച്ചോളാം. രാമേട്ടൻ അവൻ ആരാണെന്ന് നിനക്കറിയില്ലേ? എന്റെയും നിന്റെയും അച്ഛനെ ചതിച്ച മാണിക്യമംഗലത്തെ മാധവൻ നായരുടെ മകൻ. ശരിയായിരിക്കാം, പക്ഷേ പഴയ കഥകളൊന്നും എനിക്കറിയണ്ട. ഇന്ന് അദ്ദേഹം എന്റെ ഭർത്താവാണ്. ഓഹോ, അപ്പൊ ഇതിന്റെ പിന്നിലും അവനാണല്ലേ? അവകാശം മേടിക്കാൻ എത്തിയിരിക്കുന്ന ഒരു ഭാര്യയും ഭർത്താവും. പക്ഷെ നിന്റെയും നിന്റെ ഭർത്താവിന്റെ ആഗ്രഹം ഒരിക്കലും നടക്കില്ല. പുത്തൂരൻ തറവാടിന്റെ മുറ്റത്തെ ഒരു പുൽക്കൊടി പോലും നിനക്ക് ലഭിക്കില്ല. ചേച്ചി, അതെടി, അച്ഛൻ എഴുതി വെച്ച വിൽപത്ര പ്രകാരം ഈ തറവാടുമായി ബന്ധമുള്ള കുടുംബക്കാര് മാത്രമേ പരസ്പര വിവാഹം ചെയ്യാവൂ. എങ്കിലേ സ്വത്തുക്കൾക്ക് അവകാശമുണ്ടാവൂ. അതാണ് പുത്തൂരൻ വീടിന്റെ നിയമം. കള്ളമാണ്, പച്ച കള്ളമാണ് ചേച്ചി പറയുന്നത്. ഇങ്ങനെ ഒരു വിൽപത്രം അച്ഛൻ എഴുതി വെച്ചിട്ടുണ്ടാവില്ല. നിനക്ക് ഉറപ്പാണോ? ഉറപ്പാണോ എന്ന് ചോദിച്ചാൽ അത്ര വലിയ ഉറപ്പില്ല. അച്ഛൻ വിൽപ്പത്രം എഴുതിയിട്ടുണ്ടോ? അതുണ്ട്. അത് എവിടെയാണെന്നറിയോ? അറിയാം, പക്ഷേ എന്താ ഒരു പക്ഷേ? പക്ഷെ അത് ചേച്ചിയുടെ മുറിയില്ല. എങ്കിലൊരു പക്ഷേയില്ല. ഇന്ന് രാത്രി നമ്മള് രണ്ടുപേരും അത് മോഷ്ടിക്കുന്നു. തലവണ അടിയിൽ
സാറിനൊന്ന് കിട്ടോ? അത്യാവശ്യ കാര്യം പറയാനാ. റോങ് നമ്പർ. ആ പായേ, ചേച്ചി നിന്നോട് എന്താ പറഞ്ഞത്? ഈ തറവാട്ടിലെ സ്വത്തുക്കൾക്കൊന്നും നമുക്ക് അവകാശമില്ലാന്ന് അല്ലേ? സാരമില്ല, അച്ഛനങ്ങനെ വിൽപ്പത്രം എഴുതിപ്പോയില്ലേ, ഇനി ഇത് തിരുത്താൻ നോക്കില്ലല്ലോ അല്ലേ ചേച്ചി? സ്വത്തുക്കൾ അന്യാധീനപ്പെട്ടു പോകാതിരിക്കാൻ അച്ഛൻ എഴുതി വെച്ച വിൽപ്പത്ര പ്രകാരം അന്യ തറവാട്ടിൽപ്പെട്ട ഒരു സ്ത്രീക്കോ പുരുഷനോ വിവാഹബന്ധത്തിലൂടെ ഈ തറവാട്ടിലേക്ക് കടന്നു വരാൻ കഴിയില്ല. എങ്കിൽ ഒരു ചില്ലിക്കാശിന് പോലും അവകാശം ഇല്ലാതെ ആദ്യം പടിയിറങ്ങേണ്ടി വരുന്നത് ഈ ചേച്ചി. നീ എന്താ പറഞ്ഞു വരുന്നത്? പറയാം, ഹൃദയക്കല്ലേ. ഇത് കണ്ടോ, മാരേജ് സർട്ടിഫിക്കറ്റ്. 15 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ കല്യാണം കഴിഞ്ഞു എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്. ഇല്ല, കള്ളമാണിത്. ഈ ആളെ അറിയൂ? ആനക്കാട്ട് പപ്പൻ, പുത്തൂരൻ തറവാട്ടിലെ ദുർഗത്തമ്പുരാട്ടിയുടെ ഭർത്താവ്. ഇത്രയും കാലം ദുർഗത്തമ്പുരാട്ടി നിങ്ങളെയൊക്കെ ചതിക്കുകയായിരുന്നു. 24 മണിക്കൂറിനകം പപ്പനെ അവിടെ എത്തിച്ചിരിക്കും നിങ്ങളുടെ കള്ളക്കളി പൊളിക്കാൻ. കണ്ടോ? കണ്ടോന്നാ? വീട് കണ്ടുപിടിക്കാൻ പറ്റ പാടെ എനിക്കറിയാം. അതല്ല, പപ്പനെ കണ്ടോന്ന്. പപ്പ പോയി. എവിടെ പോയി? പപ്പ മരിച്ചോട്ട് 14 വർഷമായില്ലേ? മരിച്ചു പോയി. എന്താ പപ്പന് മരിക്കാൻ പാടില്ലേ? കേറുവണ്ടി. അല്ല അതെ